മിഷൻ വണ്ടർബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ചപ്പാരപ്പടവ് വഴി അങ്ങനെ ആലക്കോടിലേക്ക് പിടിക്കണം. അപ്പോൾ ഇനി വൈകുന്നില്ല, കൂടുതൽ ദീർഘിക്കുന്നില്ല. സമയം ഞങ്ങൾക്ക് അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത ആലക്കോടിലേക്ക് ഭാഗത്തേക്ക് എത്തേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ കണ്ടുകൊണ്ടേയിരിക്കാം. ഓക്കെ, പോകും വഴിയുള്ള യാത്രയിൽ അടുത്ത സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ രാത്രി വന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരിച്ചിരി സീനാണ്. അപ്പോൾ വെറുതെ വഴിയൊന്ന് കാണിച്ചു തരാം. മാഷ് പോണു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലല്ല മിനിഞ്ഞാന്ന് രാത്രി കയറി വന്ന വഴികൾ. അമ്പോ, ഇതൊന്നല്ല കിടക്കണം കേട്ടോ. ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അയ്യാ, കേറ്റാണേ. കേറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. കേറ്റാണ്. അപ്പോൾ ഇതും കേറ്റാണ്. രാവിലെ തന്നെ പണിയാണല്ലോ. ഇനിയിപ്പോൾ ഇതൊന്നല്ല കേട്ടോ. ഇത് കയറ്റം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കയറ്റങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. മാഷുണ്ടോ മുന്നിൽ പോണേ. പിന്നെ ഒരു കോമഡിക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി പറയുന്ന ഡയലോഗാണ് കേട്ടോ ഇത്. 1.5 പ്ലേറ്റ് ചോറ്, 2 പ്ലേറ്റ് ചോറ് എന്നൊക്കെ ചുമ്മാ രസം എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ രാവിലത്തെ 1.5 പ്ലേറ്റ് ചോറ് തിന്നിട്ടുള്ള ഇവരെ പോക്കാണ് കേട്ടോ അത്. അതിൻ്റെ എനർജിയാണ് ഇവരെ കാണിക്കണം. മാഷേ, ഇനി ആണ് ശരിക്കുള്ള ഓഫ് റോഡ്. മാഷിൻ്റെ വണ്ടിയിൽ ഗിയർ മാറുന്നില്ല എന്ന് പറയണേ. അപ്പോൾ മാഷിന് തള്ളാനുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഞാനത് കണ്ടുവരുന്നത്. അപ്പോൾ മൂപ്പരിത് തള്ളലിൽ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക്. ഏകദേശം വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഇവിടം വരെയുള്ള കയറ്റങ്ങളൊന്നും ഞങ്ങൾ തള്ളി കയറിയിട്ടില്ല. ചവിട്ടി തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇനി ഇങ്ങനത്തെ ഈ കയറ്റല്ലേ, ഈ കയറ്റം ചവിട്ടി കയറണം. ഇത് നല്ല കുത്തലുള്ള ഹെവി കയറ്റം കേട്ടോ. ഞാനത് ചവിട്ടി നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി തള്ളു. ഓക്കെ, വയനാട്ടിൽ ഇറങ്ങിയിട്ട് ഇതുവരെ ഇവിടം വരെയുള്ള കയറ്റങ്ങളൊന്നും ഞങ്ങൾ തള്ളി കയറ്റിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ 2 കയറ്റം, അതായത് വലിയൊരു ഇറക്കവും പിന്നെ ഒരു ബമ്പനൊരു കയറ്റവും അന്തസ്സായിട്ട് രാവിലെ തന്നെ നിന്ന് അങ്ങോട്ട് തള്ളി. ഒന്നും നോക്കിയില്ല. കാരണം എന്താ അറിയോ, അതൊരു കുത്തനുള്ള ബമ്പം കയറ്റാട്ടോ. ആ കയറ്റം കയറണമെങ്കിൽ ഈ സൈക്കിളിലുള്ള ലോഡ് ഒഴിവാക്കിയിട്ട് നിന്ന് ചവിട്ടണം, എന്നാലേ കയറുള്ളൂ. ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. ലോഡ് ഒഴിവാക്കാനല്ല, ചവിട്ടാൻ. അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ ഫ്രണ്ട് പൊന്തിപ്പോവുക. വെയിറ്റ് കാരണം, ബാക്കത്തുള്ള പെട്ടീൻ്റെ വെയിറ്റ് കാരണം സൈക്കിളിൻ്റെ ഫ്രണ്ട് പൊന്തിപ്പോവുക. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. ഇനി ഈ റോഡ് ഇങ്ങനെ അങ്ങ് പോയി ഹൈവേയിലേക്ക് കയറും. ഹൈവേയിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഞങ്ങളങ്ങനെ പോവും ചപ്പാരപ്പടവ് വഴി. പിന്നെ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ചപ്പാരപ്പടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡിലാണ്. നമ്മുടെ ഓട്ടോച്ചേട്ടന്മാരാണ് ഈ നിൽക്കണം മൊത്തം. 2-3 പേരെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഓട്ടോ കെട്ടിയപ്പോൾ അങ്ങ് പോയതാണ്. അപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇവർ
നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ആശയം കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല സപ്പോർട്ട്, നല്ല എന്താ പറയുക, അവരെ കഴിവിൻ്റെ പരമാവധിയുള്ള സംഭാവനകൾ ഞങ്ങൾ തന്നു. അതുപോലെ തന്നെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ല വാക്കുകളാണെങ്കിലും തന്നുകൊണ്ട് ഞങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ചേട്ടന്മാരെന്താ പറയാനുള്ളത്? പറയണ്ടോ ചേട്ടന്മാരെ? ഓക്കെ അടിപൊളി, താങ്ക് യു. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചപ്പാരപ്പടവ് കേട്ടോ. ചപ്പാരപ്പടവിൽ നിന്ന് ആലക്കോടേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പം ഇത് ഫാത്തിമ ചിക്കൻ സ്റ്റാൾ, ബാക്കി കാണുന്ന ഫാത്തിമ ചിക്കൻ സ്റ്റാൾ, അവിടുത്തെ സ്റ്റാഫുകളൊക്കെയാണത്. അപ്പോൾ ഓണേഴ്സാണ്, സ്റ്റാഫുകളാണ്. അദ്ദേഹമാണ് ഓണർ. പേരെങ്ങനെ വെച്ചാൽ അനീഫ. അപ്പോൾ ഇവരെ ഇവിടെ വന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടുത്താനും ഒരു നല്ല സഹകരണം ഉണ്ടാകും. ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നല്ല എന്താ പറയുക, ഓരോ വാക്കുകൾ കൊണ്ടാണെങ്കിലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് വന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇവർക്ക് പറയാനുള്ള 2 വാക്കുകളും നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്തത്. പ്രോഗ്രാമായി തുടങ്ങിയ ഈ യുവാക്കളെ ഏറ്റവും അധികം പ്രശംസിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യം സമൂഹത്തിന് ചെയ്യുന്ന ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം. ഇവരെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ യാത്രയിൽ എല്ലാവരും സഹായിച്ച് ഇവരെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറയുകയാണ്. താങ്ക് യു ഗോ. ഇത് നമ്മുടെ ഗപ്പിൻ്റെ മുതലാളി കേട്ടോ. ഗപ്പി എന്ന് പറയുമ്പോൾ മീനല്ല, നമ്മുടെ ഷോപ്പാണ്. ഗപ്പി എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഗപ്പി ഐറ്റംസ്, പെറ്റ്സ് ഉണ്ട്, പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനൊരു കടയാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ കാരുടെ പേരെങ്ങനെ? റൺഷീദ്. അപ്പോൾ റൺഷീക്കാരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, നല്ല താങ്ക് യു. സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മീനിൻ്റെ വലിയ അക്വേറിയം ഉണ്ട്. ഇതാ അതിൻ്റെ സേഫ്റ്റികൾക്ക് വേണ്ടുന്ന സാധനങ്ങളുണ്ട്. അക്വേറിയത്തിലേക്കുള്ള സാധനങ്ങളുണ്ട്. ഇതാ നല്ല അടിപൊളി ഗപ്പി ഐറ്റംസ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഇതവിടെ ഇവിടെയും ഇഷ്ടം പോലെ അവിടെ അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട്. അടിപൊളി സാധനം. ഇവനെ 2 വാങ്ങിയിട്ട് എൻ്റെ അക്വേറിയത്തിൽ പിന്നെ വേറെ നോക്കണ്ട. ഇവൻ്റെ വേഷം നിന്നോളും, ബാക്കിയുള്ളതിൻ്റെ വേഷം നിന്നോളും. അതാണ്, അക്വേറിയം എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവൻ്റെ ഒക്കെ വേഷം നിന്നിട്ട് ഇതിൻ്റെ വേഷം ആരാ തിന്നാന്ന്. ഇതിൻ്റെ വേഷം തന്നെ തിന്നോളും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ മീൻ പല കളറുകളുള്ള കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറഞ്ഞു? വിടോ വേണ്ട. ഇതിൻ്റെ ആയുസ് എങ്ങനെയാ? മറ്റേ മറ്റേ ഗപ്പിയൊക്കെ വെള്ളം മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവുന്നൊരു ഇതങ്ങനെ കുഴപ്പമില്ല അല്ലേ? അതുകൊണ്ടാണ്
അതെ, പെറ്റ്സിൻ്റെ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ കിളികൾക്ക് വേണ്ടുന്ന ചെറിയ കൂട് കാര്യങ്ങൾ, പിന്നെ മീനിൻ്റെ തീറ്റകൾ, അങ്ങനെ എല്ലാം സാധനങ്ങൾ. അതെ, വലകൾ കാര്യങ്ങൾ, അതാ വെറൈറ്റി ഐറ്റംസുകൾ സാധനങ്ങളുണ്ട്. ഇത് സാധനം കുപ്പിയിലാക്കി വെച്ച മറ്റേ ലേബൽ പൊളിച്ചു കളഞ്ഞല്ല കേട്ടോ, ഇത് ഒറിജിനൽ നല്ല നാടൻ തേനാണ്. സൂപ്പർ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു അക്വേറിയമാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിറ്റ് തീർത്താട്ടോ. ആ, കളറായിട്ടുണ്ട്, ഇപ്പോൾ കളറായിട്ടുണ്ട്. ഓക്സിജനും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇനി നല്ല ബമ്പനുണ്ട്. മീനും കൂടെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടാൽ സൂപ്പറായിരിക്കും. ആഹാ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഞങ്ങൾ 2 ഗൈസിനെ പരിചയപ്പെട്ടു കേട്ടോ. അവർ അടിപൊളിയാണ്. ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വന്ന് നിർത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ നല്ല സപ്പോർട്ടാണ് ഇവർ. ഭയങ്കര സന്തോഷം, അവർക്ക് പ്രത്യേക സന്തോഷം. ആ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ബ്രോ പേര്? ജലാൽ. എൻ്റെ ജുനൈദ്. നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാറുണ്ടോ? നിങ്ങളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നിങ്ങളെ നല്ലൊരു ഉദ്ദേശത്തോടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അവിടെ നമ്മൾ പൂർണ്ണ സപ്പോർട്ട്, അതുപോലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തും. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളെ. അടിപൊളി, താങ്ക് യു. ഓക്കെ. എല്ലാ ദിവസങ്ങളും ഒരുപോലെ അല്ല എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണിക്കുന്നത്. ഇത് കുറച്ച് 10, കുറച്ച് 50, കുറച്ച് 100, അതുപോലെ 200 അടക്കം. ഇത് ഏകദേശം 1700 രൂപയാണ്. ഇത് ഏകദേശം എത്ര ദിവസത്തെ കളക്ഷനാണ് മാഷേ? 2 ദിവസത്തെയാണ്. എഴുതുന്ന വഴിക്ക് മിഞ്ഞാന്നൊക്കെ കിട്ടിയൊരു പൈസയാണിത്. അതുപോലെ കുറച്ച് ചില്ലറകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു 10-200 രൂപേൻ്റെ 10-100 ചില്ലറ രൂപേൻ്റെ ചില്ലറകൾ ഇതിനകത്തുണ്ട്. അതുപോലെ നമ്മുടെ മാഷ എണ്ണുന്നുണ്ട്. അപ്പോൾ മാഷ അത് എണ്ണിക്കഴിഞ്ഞു 2120 രൂപ അതുണ്ട്. പിന്നെ കുറച്ച് ചില്ലറകൾ ഒരു 100-150 രൂപേൻ്റെ ചില്ലറ അതുകൊണ്ട് അതാ കുറച്ച് ചില്ലറകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ 2 ദിവസത്തെ വരുമാനം. നമ്മുടെ വരുമാനമല്ല, നമ്മുടെ പരിപാടിയിലേക്ക് കിട്ടിയ കളക്ഷൻ സംഭാവനകൾ. അപ്പോൾ ഇത് ഒന്ന് കാണിക്കണം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരുപോലെ അല്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ ഞങ്ങൾക്ക് 1.5-2 വർഷത്തിനുള്ളിൽ 5 വീട് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ, അതായത് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആർക്കെങ്കിലും ജസ്റ്റ് ഒരാൾക്ക് 1 രൂപ പോയാൽ ഒന്നും ആവില്ല. ഇങ്ങനെ കണ്ടിട്ട് ആർക്കും പേടിയാവുന്നില്ലല്ലോ അല്ലേ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പ്രവൃത്തി ദിവസം ഒന്ന് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. ഏകദേശം ഇന്ന് വലിയ സമയമൊന്നും ആയിട്ടില്ല, 8 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്ഥലം എവിടെയാണ് പക്ഷേ? കഴിവൂർ. കരുവഞ്ചാലാണ് കേട്ടോ സ്ഥലം. കരുവഞ്ചാലിന് പറഞ്ഞ പേര് കേട്ടല്ലോ. അപ്പോൾ കരുവഞ്ചാലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഒരു പള്ളിയാണേ. പള്ളീൻ്റെ ഒരു ഹാളാണിത്. അപ്പോൾ അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛന് ഇവിടെ ഇല്ല. അച്ഛൻ്റെ നമ്പർ പുറമേ നിന്ന് കിട്ടി. വിളിച്ചു നോക്കിയപ്പോൾ ആരാ എന്താണെന്ന് അറിയാൻ പോലും അച്ഛൻ നിന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളിവിടെ ഹാളുണ്ട്, ഷട്ടർ പൊന്തിച്ച് ഉള്ളിൽ കയറിയിട്ട് താമസിച്ചോളാണ് പറഞ്ഞത്. അപ്പോൾ നല്ല സൂപ്പർ അച്ഛൻ അല്ലേ? അതെ, അടിപൊളി. അപ്പോൾ ഞങ്ങളിതിനു മുമ്പ് ഒരു പമ്പിൽ കയറിയേ. അപ്പോൾ ആ പമ്പിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ പമ്പിൻ്റെ പുറത്തൊരു സ്ഥലമുണ്ട്, ഒരു പറമ്പുണ്ട്, അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്തു, അതുപോലെ അതിൻ്റെ ബാത്റൂമെല്ലാം ഓപ്പൺ ആക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക്, അതായത് ആലക്കോട് ഭാഗത്തേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ, ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഏരിയ മൊത്തത്തിൽ വേഗം തീർത്തിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് മുന്നോട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കൊരു ഹാളിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ളൊരു ഇത് കിട്ടി. ഓഡിറ്റോറിയമാണിത്. ഫാനും കാര്യങ്ങളുണ്ട്, ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. സൂപ്പറാണ്. എന്തായാലും അച്ഛൻ്റെ വലിയ സ്നേഹത്തിനും മനസ്സിനും ഒത്തിരി നന്ദി. അപ്പോൾ ഇനി നിങ്ങളെന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ എന്ത് ബോക്സിലുണ്ടാവും? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ യൂട്യൂബ് ID, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം IDയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കയറുക, വാച്ച് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. अरे दीवानो मुझे पहले